പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിഗൂഢമായിരിക്കുന്നതെല്ലാം വെളിപ്പെടും എന്നതിനെ കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി, സൂക്ഷിച്ചുകൊള്ളുവിൻ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ അനേക കാര്യങ്ങളിൽ വ്യാപരിച്ചിരുന്ന നമ്മളെ ഈ മണിക്കൂറിൽ പിതാവായ ദൈവം ദൈവവചനത്തിന് മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ സമയത്ത് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കൾക്ക് ലഭിച്ച ആയിരക്കണക്കിന് അനുഭവങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സെബീന സണ്ണി എറണാകുളത്ത് നിന്ന് എഴുതുന്നു, ഞങ്ങളുടെ ഏക സഹോദരൻ ദുബായിൽ ഒരു നല്ല ജോലി ചെയ്തു വരികയായിരുന്നു. വീട് പണിയുന്നതിന് വേണ്ടി നാട്ടിൽ നിന്നും ലോൺ എടുത്തിരുന്നു. തികയാതെ വന്നപ്പോൾ കമ്പനിയുടെ പ്രത്യേക അനുവാദത്തോടു കൂടി അവിടുത്തെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. അങ്ങനെ യാതൊരു മുടക്കവും കൂടാതെ ഈ 2 ലോണുകളും അടച്ചു വരികയായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങളുടെ സഹോദരൻ ജോലി ചെയ്തിരുന്ന കമ്പനി പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വന്നു. ഒത്തിരി പേരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞങ്ങളുടെ സഹോദരൻ ലോൺ എടുത്തിരുന്നതുകൊണ്ട് ആ ലോൺ അടച്ചു പൂട്ടാതെ നാട്ടിലേക്ക് പോരാൻ പറ്റാത്ത സ്ഥിതിയായി. അതുകൊണ്ട് ഇവിടുന്ന് പണം കൊണ്ടുചെന്ന് ആ ലോൺ അടയ്ക്കേണ്ട സ്ഥിതിയായി. എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ എല്ലാം ദുഃഖത്തിൽ താഴ്ന്നു. കൂടാതെ നാട്ടിലെ ലോണിന്റെ ഗഡുവും മുടങ്ങി. അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് 2010 ജനുവരി മാസം 10-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങൾ കണ്ടത്. ഞങ്ങളെല്ലാവരും ആ സമയത്ത് കരഞ്ഞ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. എന്തെങ്കിലും ഒരു വഴി ഞങ്ങളുടെ സഹോദരന് വേണ്ടി തുറന്നു തരണമേ എന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ വലിയ വ്യത്യാസം ഉണ്ടായി. ഈ കമ്പനിയിലെ കുറച്ചു പേരെ മറ്റൊരു കമ്പനിയിലേക്ക് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ സഹോദരനും ഇന്റർവ്യൂവിന് പോയി. വളരെ വിഷമം പിടിച്ച ഇന്റർവ്യൂ ആയിരുന്നെങ്കിലും ദൈവാനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി. അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു. മാത്രമല്ല, ലോൺ അടക്കം എല്ലാ ബാധ്യതകളും ആ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ കമ്പനിയിൽ കിട്ടിയിരുന്നതിന്റെ 4 ഇരട്ടി ശമ്പളത്തോടെയാണ് പുതിയ കമ്പനിയിൽ സഹോദരന് ജോലി ഓഫർ ലഭിച്ചിരിക്കുന്നത്. കോടാനുകോടി നന്ദി കർത്താവിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു കുടുംബത്തിന്റെ തകർച്ചയിൽ ടീമിനോട് ചേർന്ന്, ശുശ്രൂഷയോട് ചേർന്ന്, ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടൊരു വഴിയെക്കുറിച്ച് ആ കുടുംബം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. കണ്ണുകളടയ്ക്കാം. ഒരുപാട് വേദനയോടെ ഇരിക്കുന്നവർ, ഒരുപാട് തകർച്ചയിൽ വേദനിക്കുന്നവർ, ഒരുപാട് രോഗത്തിലിരിക്കുന്നവർ, കടബാധ്യതയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, ജോലി തടസ്സം അനുഭവപ്പെടുന്നവർ, ഓരോ കാര്യങ്ങൾ തടസ്സപ്പെട്ട് പരാജയത്തിന്റെയും തടസ്സത്തിന്റെയും ബന്ധനത്തിൽ കടന്ന് ഞെരുങ്ങുന്നവർ ഈ നിമിഷം ഈ കൂട്ടായ്മയോട് ചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് കർത്താവിനെ വിളിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളോട് ചേർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കുക. യേശുവിനെ ആരാധിക്കുക. യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവേ. തടസ്സപ്പെട്ട് കിടക്കുന്ന ജോലികൾ, തടസ്സങ്ങൾ മാറി അങ്ങയുടെ മക്കൾക്ക് ശരിയായി കിട്ടട്ടെ. പാപബന്ധനങ്ങൾ, വ്യഭിചാരം, ചീട്ടുകളി, മദ്യപാനം, ദുർവൃത്തി, ചീത്ത കൂട്ടുകെട്ട്, ലോട്ടറി എടുക്കൽ, ചൂതാട്ടം, ഓരോ തരത്തിലുള്ള തിന്മയുടെ അടിമത്തിൽ കിടന്ന് തകരുന്ന ആത്മാക്കൾ ഇപ്പോൾ എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വചനം കേൾക്കാൻ തടസ്സം, ദേവാലയത്തിലേക്ക് പോകാൻ തടസ്സം, വിശുദ്ധ കൂദാശകൾക്ക് തടസ്സം, കുമ്പസാരിക്കാൻ തടസ്സം, സന്ധ്യാപ്രാർത്ഥിക്ക് തടസ്സം, ആത്മീയ കാര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ ആത്മാക്കളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിഗൂഢമായിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം ദൈവ മക്കളുടെ ജീവിതത്തിൽ അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തകർച്ചയാണ് ആത്മീയ ജീവിതത്തിലെ കാപഢ്യം. ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായ ഭക്തിയാണ്. ദേവാലയത്തിലായിരിക്കുമ്പോഴും, പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുമ്പോഴും, ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോഴും, ശുശ്രൂഷ ചെയ്യുമ്പോഴും, സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോഴും, വചനം കേൾക്കുമ്പോഴും ഹൃദയത്തിൽ ഒരുപാട് ജ്വലനമാണ്, ഒരുപാട് തീഷ്ണതയാണ്, ദൈവത്തോട് ഒരുപാട് സ്നേഹമാണ്. എന്നാൽ ദൈവിക മേഖല വിട്ട് ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ഓരോ സ്ഥലത്തുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ ദൈവത്തിന്റെ വഴികളെ മനഃപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറന്നു കളയുകയാണ്. മദ്യപാനി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കും, എന്നാൽ കൂട്ടുകെട്ടിലേക്ക് ചെല്ലുമ്പോൾ മദ്യപാനത്തിൽ മുഴുകുകയാണ്. ദേവാലയത്തിലും ആത്മീയ ശുശ്രൂഷ രംഗത്തും ഒരുപാട് ദൈവിക മേഖലകളിലും തിരുസഭാ ശുശ്രൂഷകളിലും ഒരുപാട് തീഷ്ണതയോടെ പങ്കെടുക്കും. കാറ്റഗിസം പഠിപ്പിക്കും, കൈക്കാരനായി ശുശ്രൂഷ ചെയ്യും, ഇടവകയിൽ സംഘടനകളുടെ നേതൃത്വങ്ങളിൽ ഇരിക്കും. എന്നാൽ സ്വകാര്യ മേഖലകളിൽ ചെല്ലുമ്പോൾ ചീത്ത കൂട്ടുകെട്ട്, മദ്യപാനം, ബ്ലൂ ഫിലിം, കള്ളത്തരം, കൈക്കൂലി, ഓരോ തരത്തിലുള്ള വെട്ടിപ്പുകള്, പരദൂഷണം, ഒരുപാട് തരത്തിലുള്ള തിന്മകൾ ഇതാ ശക്തിപ്പെടുകയാണ്. ഒരു ഭാഗത്ത് സൗകര്യപൂർവ്വം പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ദൈവിക കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ദാഹവും ഒരുപാട് ആത്മീയമായ ഒരുപാട് എരിവും അനുഭവപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ദൈവമക്കൾ എന്ത് ശ്രദ്ധിക്കണം, എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ ദൂതിന്റെ സമയത്ത് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നത്. എത്രമാത്രം നിഗൂഢമാക്കി നിങ്ങൾ വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പരസ്യമാകും എന്ന് ദൈവം പരിശുദ്ധാത്മാവനയച്ച് അറിയിക്കുകയാണ്. ഇതിന് 2 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൽ ഒരു ദൈവ പൈതലിന്റെ സംഭവം കർത്താവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവ പൈതലിന്റെ പേരാണ് അമസ്യ. യൂദാ രാജ്യത്തെ രാജാവാണ് അമസ്യ. യൂദാ രാജ്യത്ത് ഒരുപാട് രാജാക്കന്മാർ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിച്ചപ്പോൾ ഈ അമസ്യ രാജാവിനാകട്ടെ ദൈവത്തിന്റെ ഹിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ദൈവം ആത്മീയമായ ഒരു പ്രേരണയും തുറവിയും കൊടുത്തു. അദ്ദേഹം ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ വചനത്തെ അന്വേഷിക്കാൻ തുടങ്ങി, ദൈവഹിതപ്രകാരം തന്നെ ജീവിതത്തെയും രാജ്യത്തെയും ഭരണകാര്യങ്ങളെയും ചിട്ടപ്പെടുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ദൈവത്തിന്റെ മാർഗങ്ങളെ നന്നായി ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ജീവിതത്തിന്റെ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് അഭിവൃദ്ധി ഉണ്ടായി, ഉയർച്ചയുണ്ടായി, താല്പര്യമുണ്ടായി, കീർത്തി ഉണ്ടായി, ശക്തി ഉണ്ടായി, എല്ലാം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവിക കാര്യങ്ങളോട് 100% വിശ്വസ്തത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ആദ്യകാലത്ത് ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം ബൈബിളിലുണ്ട്. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 7 മുതലുള്ള തിരുലിഖിതങ്ങൾ. അദ്ദേഹം ഏദോം രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോവുകയാണ്. ഏദോം രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ യൂദാ രാജ്യത്തിന് ഒരുപാട് പടയാളികളെ സംഘടിപ്പിച്ചിട്ട് പോരാ എന്ന് തോന്നിയപ്പോൾ 100 താലന്ത് വെള്ളി കൂലി കൊടുത്ത് ഇസ്രായേൽ നാട്ടിൽ നിന്ന് അടുത്ത രാജ്യത്ത് നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തോളം യുദ്ധവീരന്മാരെ കൂലിക്കെടുത്തു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അയച്ച ഒരു ദൈവപുരുഷൻ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 7 മുതൽ ഉള്ള തിരുലിഖിതങ്ങളിൽ. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലരോട് കൂടെയില്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുമ്പിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. ദൈവപുരുഷൻ വന്ന് ദൈവത്തിന് ദൂത് അറിയിക്കുകയാണ്. ദൈവം കൂടെയില്ലാത്തവരെ ഒരു കാര്യത്തിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകരുത്. യുദ്ധത്തിൽ അവർ ഉപകരിക്കുകയില്ല,
യുദ്ധത്തിൽ അവരൊരു സഹായമായിരിക്കില്ല, ബിസിനസ്സിൽ അവരൊരു സഹായമായിരിക്കില്ല, സ്ഥാപനത്തിൽ അവരൊരു സഹായമായിരിക്കില്ല. ദൈവം കൂടെയില്ലാത്തവരെ നിന്റെ ഈ ബിസിനസ് വളർത്താൻ, നിന്റെ ഈ സ്ഥാപനം വളർത്താൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നിനക്ക് വേണ്ടി അംഗീകരിച്ച ദൈവത്തിന്റെ അംഗീകാരമുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള കൂട്ടുകെട്ടുകളല്ല നീ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇതാ ദൈവം പറയുകയാണ്, ദൈവം കൂടെയില്ലാത്ത ഇസ്രായേലിയുടെ ഈ സൈന്യനിര നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുമ്പിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. ഈ ഒരു ദൂത് അമസ്യ രാജാവ് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ദൈവത്തിന് വഴിയെ തിരിയാൻ തീരുമാനിച്ചു. അദ്ദേഹം പക്ഷേ ദൈവപുരുഷനോട് ഒരു സങ്കടം പറഞ്ഞു. അയ്യോ ദൈവപുരുഷ, 100 താലന്ത് വെള്ളി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇനി എന്തു ചെയ്യും? അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവപുരുഷന്റെ മുമ്പിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തു പോയല്ലോ, ഇനി എന്തു ചെയ്യും? അവരെ വിളിച്ചുകൂട്ടി കഴിഞ്ഞു, ഇനി എന്തു ചെയ്യും? അപ്പോൾ ദൈവത്തിന്റെ ദൂത് ദൈവപുരുഷനെ അറിയിച്ചു. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിൽ 9-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. 100 താലന്ത് വെള്ളിയോ നിന്റെ വലിയ സംവിധാനങ്ങളോ നീ ഇതുവരെ ഒരുക്കിയ ഒരുക്കങ്ങളോ ഇതൊന്നും ഒരു കാര്യമായിട്ട് പരിഗണിക്കരുത്. അതിനേക്കാൾ കൂടുതൽ തരാൻ നിന്റെ ദൈവമായ കർത്താവിന് കഴിവുണ്ട്. ഈ ഒരു വചനം കേട്ടപ്പോൾ അമസ്യ രാജാവിന് വേറൊന്നും ചിന്തിച്ചില്ല. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്താൻ വേണ്ടി ആവേശം കൊള്ളുന്ന രാജാവിനെയാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേൽ സേനയെ പിരിച്ചുവിട്ടു. പല പ്രത്യാഘാതങ്ങളുണ്ടാവും. ഏതാണ്ട് 100,000-ഓളം സേനയാണ് വിളിച്ചുകൂട്ടിയത്. ആ 100,000 വരുന്ന സേനയാണ് പിരിച്ചുവിടുന്നത്. അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ വന്നാൽ അത് സഹിക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. രാജാവിന്റെ ഉള്ളിലൊരു നിശ്ചയമുണ്ട്, ദൈവത്തിന്റെ വഴിയെ നടക്കണം, ദൈവത്തിന്റെ വഴിയെ നടക്കണം, ദൈവത്തിന്റെ വഴിയെ നടക്കണം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സേനയെ പിരിച്ചുവിട്ടെങ്കിലും രാജാവിനൊരു കോട്ടം വന്നില്ല. ഏദോമ്യർക്കെതിരെ യുദ്ധമുണ്ടായി, കനത്ത യുദ്ധമുണ്ടായി. കനത്ത യുദ്ധത്തിൽ ദൈവം പറഞ്ഞ ആ സൈന്യനിരയുമായിട്ട് പോയതുകൊണ്ട് ദൈവം അവർക്ക് കൊണ്ട് പൊരുതി വൻ വിജയം ആ യുദ്ധത്തില് രാജാവിന് ദൈവം നേടിക്കൊടുത്തു. അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച് വിജയശ്രീലാളിതനായി ഇതാ അമസ്യ രാജാവ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തോടൊരു ഭാഗത്ത് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും മറുഭാഗത്ത് തന്നിഷ്ടപ്രകാരമുള്ള ഒരു പ്രവണതയും നിലനിന്നിരുന്നു. ഏദോമിന്റെ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലൻ മടങ്ങി വരുമ്പോൾ ഏദോമ്യരുടെ ദേവവിഗ്രഹങ്ങളെ കണ്ടപ്പോൾ അവന് അതിനോട് ഒരു ആഗ്രഹം തോന്നി. അവൻ ആ ദേവവിഗ്രഹങ്ങളെയും എടുത്തുകൊണ്ട് പോന്ന് എന്നിട്ട് സ്വന്തം രാജ്യത്ത് കൊണ്ടുവച്ച് അവൻ അതിന് ബലിയർപ്പിക്കാനും പൂജിക്കാനും തുടങ്ങി. അതാണ് 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. ഏദോമ്യരെ തോൽപ്പിച്ച് മടങ്ങുമ്പോൾ അമസ്യ സെയീർ വാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. സത്യവേദ പുസ്തകത്തിലെ ദൈവിക നിർദ്ദേശങ്ങളെ നന്നായിട്ട് അറിയാവുന്ന അമസ്യ രാജാവ് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? കാരണമുണ്ട്. ദൈവത്തിന്റെ മാർഗങ്ങൾ അറിയാമെങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ദൈവത്തോട് ഒരു പൂർണ്ണ ഹൃദയമില്ല. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ദൈവത്തോടൊരു പൂർണ്ണ ഹൃദയമില്ല. ഇതിനെക്കുറിച്ച് 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. അവൻ ഏകാഗ്ര ഹൃദയനായിരുന്നില്ല. അവൻ ദൈവഹിതം പ്രവർത്തിച്ചിരുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, അവൻ ദൈവത്തെ അന്വേഷിച്ചിരുന്നു, അവൻ വചനം പഠിച്ചിരുന്നു, അവൻ പ്രാർത്ഥിച്ചിരുന്നു, എല്ലാം ശരി. പക്ഷേ ചില കാര്യങ്ങളിൽ തന്റെ സ്വന്തം തീരുമാനമാണ് അവൻ ദൈവത്തിന്റെ ഹിതത്തെക്കാൾ 1-ാം സ്ഥാനത്ത് നിർത്തിയിരുന്നത്. ഹല്ലേലൂയ. അവൻ ഏകാഗ്ര ഹൃദയനായിരുന്നില്ല. പ്രിയ ദൈവ പൈതലേ, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഏകാഗ്ര ഹൃദയനായിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള തിരുലിഖിതങ്ങളിൽ ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് നിർദ്ദേശമുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. നീ ദൈവത്തിന്റെ ഒരു പൈതലായി ദൈവത്തിന്റെ സഹായം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ, നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ പ്രവർത്തന മേഖലകളിൽ, ശുശ്രൂഷകളിൽ കർത്താവ് നിന്റെ മുമ്പിൽ നടക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ?
നീ കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, തന്നിഷ്ട പ്രകൃതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വെക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വെക്കും. എന്നാൽ അമസ്യ രാജാവിനാകട്ടെ തന്റെ ഹൃദയത്തെ ഒരുക്കി വെക്കാനോ, ഏകാഗ്ര ഹൃദയത്തോടെ, മുഴുവൻ ഹൃദയത്തോടെ കർത്താവിനെ മുറുകെ പിടിച്ച്, കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ച്, ലോകത്തിലേക്ക് വ്യതിചലിക്കാതെ, ഇടം വലം തിരിയാതെ, സൂക്ഷ്മമായി കർത്താവിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനോ അവന് ഹൃദയത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഹൃദയത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രിയ ദൈവവൈദ്യരെ ചിന്തിച്ചു നോക്കുക. ഇന്ന് ഞാനും നിങ്ങളും ഓരോരോ തിരുസഭ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, കൈക്കാരനായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺവെന്റിൽ സിസ്റ്ററായിട്ടോ മദറായിട്ടോ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയോ ഗാന ശുശ്രൂഷയോ ആത്മീയ ശുശ്രൂഷകളുടെ ഓരോ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടാകാം. ഒരു ഇടവകയിലെ വികാരിയച്ഛനായിരിക്കാം. തിരുസഭയിൽ കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് ഓരോരോ മേഖലകളിലാക്കിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ നാഥനായി, ഒരു കുടുംബത്തിന്റെ നാഥയായി, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രസിഡന്റായി, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ടവനായി ഇന്ന് കർത്താവ് നിയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണ്? മുഴുവൻ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ? അതോ ആത്മീയ കാര്യങ്ങളൊക്കെ എങ്ങനെ, ബാക്കി സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണോ ഇത്? അതിന്റെ പേരാണ് കപട ഹൃദയം, കാപഡ്യം. എന്നിട്ട് ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എങ്ങനെയാ? ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് മെച്ചമാണല്ലോ, ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപടി മുമ്പിലാണല്ലോ, ഞാൻ മറ്റുള്ളവരെ പോലെ ഒന്നും അല്ലല്ലോ, അവരൊക്കെ അങ്ങനെയല്ലേ, ഞാൻ അത്രയൊന്നും ഇല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എന്നെ മറ്റൊരാളോട് തട്ടിച്ചു നോക്കിയിട്ടല്ല എനിക്ക് വിലയിടുന്നത്. ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിൽ നിന്റെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമസ്യ രാജാവിന് തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാൻ പറ്റിയില്ല. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിൽ 27-ാം തിരുലിഖിതം. ഇതാ, കർത്താവിനെ വിട്ടകന്ന അന്ന് മുതൽ അവനെതിരെ ജെറൂസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാഗീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളുകളെ വിട്ട് ലാഗീഷിൽ വെച്ച് അവനെ വധിച്ചു. നോക്കുക, നന്നായിട്ട് കർത്താവിന്റെ കൂടെ നടന്നതാണ്. എന്നാൽ അവന്റെ അന്ത്യനാളുകളിൽ 25-ാമത്തെ വയസ്സിൽ യൂദാ രാജ്യത്തിന്റെ രാജാവായി ഭരണമേറ്റ അമസ്യ 29 വർഷത്തോളം യൂദായിൽ രാജാവായി ഭരണം നടത്തി. എന്നാൽ ഭരണത്തിന്റെ അന്ത്യകാലഘട്ടങ്ങളിൽ ഇതാ ഇവൻ കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ചതിനാൽ, കർത്താവിൽ നിന്ന് അകന്ന അപ്പം മുതൽ ഇവന്റെ ഹൃദയം ഇവനെ കർത്താവിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോയ ആ കാലം മുതൽ ഇവനെതിരെ എതിരാളികൾ, ശത്രുക്കൾ തല ഉയർത്തി. ഇവൻ ഇതാ ശത്രുക്കളുടെ ഗൂഢാലോചന ഭയന്ന് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഇവൻ സ്വന്തം പ്രാണരക്ഷാർത്ഥം അവൻ മറ്റൊരു ദേശത്തേക്ക്, ലാഗീഷിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നാൽ ശത്രുക്കൾ പിന്തുടർന്ന് അവനെ അവിടെ വെച്ച് വധിച്ച്, അതിനുശേഷം ശവശരീരം കുതിരപ്പുറത്ത് ജെറൂസലേമിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ എല്ലാം തുടക്കം ആദ്യം തന്നെ കർത്താവ് പറഞ്ഞു വെച്ച്. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 2-ാം വാക്യം. അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല, വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ, ഏകാഗ്രത ഇല്ലാത്തൊരു ഹൃദയത്തോടെ. കുറെയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു, കുറെയൊക്കെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു. കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, എൻ്റെ ആത്മാവിന്റെ സ്ഥിതി ഇന്ന് എന്താണ്? എൻ്റെ ഹൃദയത്തിന്റെ സ്ഥിതി ഇന്ന് എന്താണ്? ഇതാ വചനം പറയുകയാണ്. നീ ഹൃദയം തകർന്നിരിക്കുകയാണോ? നിന്റെ ഹൃദയത്തിൽ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ? നിനക്ക് തന്നെ നിന്റെ ജീവിതത്തെ മനസ്സിലാകുന്നില്ലേ? ഇതാ പിതാവായ ദൈവം നിന്നെ വിളിക്കുകയാണ്. നീ യേശു ക്രിസ്തുവിലേക്ക് വരിക. നിന്റെ ഹൃദയം നീ യേശു ക്രിസ്തുവിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ തകർന്ന ഹൃദയത്തെ രക്ഷിക്കാൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. നിന്റെ വഴിതെറ്റിയ ജീവിതത്തെ ക്രമപ്പെടുത്താൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. നീ കർത്താവിലേക്ക് വരിക, നീ യേശു ക്രിസ്തുവിലേക്ക് വരിക. മകനെ, നീ യേശു ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തുക. യേശുവിങ്കൽ വാ, ദൈവമേ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. ഹൃദയം തുറങ്ങി കണ്ണടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ നിന്നെ ദൈവം തൊട്ടി വിളിക്കുകയാണ്. നിൻ ഹൃദയത്തിൽ അവനിടം താ, ദൈവമേ, നിൻ
അപ്പാ, പിതാവേ, ഈ നിമിഷങ്ങള് അങ്ങയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഓരോ സാഹചര്യങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. അങ്ങയുടെ കാര്യങ്ങൾക്കല്ല, തന്നിഷ്ടത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഹൃദയത്തെ ഏകാഗ്രമാക്കാൻ ഓ ദൈവമേ എന്നെ സഹായിക്കണമേ. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. തൊടണമേ കർത്താവേ. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായ ഓർത്തു വന്നിടുക. പിതാവേ, കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് യേശുവിനെ ആരാധിക്കുക. ക്രൂശിതനിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ. തന്നിഷ്ടത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ഏകാധിപത്യ സ്വഭാവത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. തന്നിഷ്ടപ്രകാരം നടക്കുന്ന ദുശാഠ്യ പ്രകൃതികളെ സ്പർശിക്കണമേ കർത്താവേ. പകുതി ഹൃദയം ദൈവത്തിന്, പകുതി ഹൃദയം സ്വന്തം ഇഷ്ടത്തിന്, അങ്ങനത്തെ അവസ്ഥകളിലേക്ക് ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്ന അനുതാപം നൽകണമേ. കഠിനമായ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഏകാഗ്രതമായൊരു ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വെക്കും. ഈ വചനപ്രകാരം അങ്ങയുടെ സന്നിധിയിൽ ഹൃദയം ഒരുക്കി വെച്ച് ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.